അവിടെ നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗത്തിനിടെ കൗൺസിലർമാർ തമ്മിൽ സംഘർഷമുണ്ടായി. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകുന്നത് സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഷിനോജ് എസ്റ്റിയുണ്ട് വിവരങ്ങളുമായി. ഷിനോജ്, ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് എത്താനുണ്ടായ കാരണം എന്താണ്? ഈ സംഘർഷത്തിൽ ആർക്കെങ്കിലും പരിക്കു പറ്റിയോ? സന്ധ്യ, ഈരാറ്റുപേട്ടയിലെ സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു യോഗം അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിനിടയിലാണ് ഇപ്പോൾ ആദ്യം തർക്കമുണ്ടായി. അതിനുശേഷം തമ്മിൽ തല്ലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. സ്ലോട്ടർ ഹൗസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ഭരണസമിതി കൗൺസിലിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഈ ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഈ കടുവാപ്പുഴ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സിവിൽ സ്റ്റേഷൻ പണിയുന്നതിന് അനുവദിക്കണമെന്നായിരുന്നു LDF അംഗങ്ങളുടെ ആവശ്യം. ഇതിനെ തുടർന്നായിരുന്നു ആദ്യം തർക്കമുണ്ടാവുകയും തുടർന്ന് തമ്മിൽ തല്ലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. എന്തായാലും UDF കൗൺസിലറായിരിക്കുന്ന സുനിൽകുമാറിനാണ് നിലവിൽ മർദ്ദനമേറ്റിരിക്കുന്നത്. ഈ പരിക്കേറ്റ സുനിൽകുമാർ ഈരാറ്റുപേട്ടയിൽ തന്നെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും LDF കൗൺസിലർമാരാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് സുനിൽകുമാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയിൽ ഉൾപ്പെടെ ആരോപിക്കുന്നത്. മാത്രമല്ല, വനിതാ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റതായും ആരോപണമുണ്ട്.